ഇന്നലെ പ്രോമോയിൽ കണ്ട വഴക്ക് അല്പസമയം മുമ്പ് ലൈവിൽ കഴിഞ്ഞു. സംഭവം ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് ചോദിച്ചാൽ രണ്ടുപേരുടെ ഭാഗത്തുണ്ട്. ഇതൊക്കെ ഇവരൊക്കെ തന്നെയാണ് വളം വെച്ചു കൊടുത്തത്. ഇതിപ്പോഴല്ലായിരുന്നു പിടിക്കേണ്ടത്. തുടക്കഘട്ടത്തിലെ ഒരു നിയന്ത്രണം വെക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. രാവിലെ തന്നെ നൂറ ഈ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്. യോഗട്ട് എടുത്തിരിക്കുന്നു. ആരാ എടുത്തത്? ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ആരാ അതെടുത്ത് കഴിച്ചത്? അച്ഛൻ ക്യാപ്റ്റന്മാരോട് പോയി ചോദിച്ചു. അടുക്കളയിൽ ഇപ്പം നിലവിലുണ്ടായിരുന്നത് അക്ബറും അരുനുമാണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരെടുത്തിട്ടില്ല എന്ന്. പിന്നെ അനുമോളാണ് രാത്രി ഏറ്റവും ലേറ്റായിട്ട് കിടന്ന് ഉറങ്ങിയത്. അപ്പോൾ അനു എടുത്തിട്ടുണ്ടോ? അനുമോളോട് പോയി ചോദിക്കുന്നു. അപ്പോൾ അനുമോൾ പറഞ്ഞു ഞാനല്ല, അരുനും അക്ബറാണ് ഉണ്ടായത്, അവരെന്തോ കള്ളത്തരം പോലെ കാണിക്കുന്നുണ്ടായിരുന്നു, അവരോട് പോയി ചോദിക്കാൻ. ഇവർക്കെല്ലാവർക്കും സംശയം നിവിനെയാണ് അങ്ങനെ എടുത്ത് കഴിക്കുള്ളൂ എന്ന്. ഇവരെടുത്ത് കഴിച്ചിട്ടില്ല എന്ന് ആരുനും അക്ബറും പറയുകയും ചെയ്തു. അപ്പോൾ നിവിൻ തന്നെയാണെന്ന് ഇവർ ഉറപ്പിച്ചു. ഈ കാര്യത്തിൽ നിവിൻ വന്ന് പറയുകയും ചെയ്തു, അതേ ഞാനാണ് എടുത്ത് കഴിച്ചത്, എന്താ കുഴപ്പം? ഇത് കേട്ടപ്പോൾ നൂറയ്ക്ക് സഹിച്ചില്ല. നൂറ നേരെ ഫ്രിഡ്ജിൽ പോകുന്നു. ഫ്രിഡ്ജിൽ പോയിട്ട് യോഗട്ട് എടുക്കുന്നു. അത് തടഞ്ഞുകൊണ്ട് ആരിനും അക്ബറും എത്തുന്നുണ്ട്. നീ എന്താ കാണിക്കുന്നതെന്നൊക്കെ. ഇവരെന്തിനാ കുട്ടിയുടെ ദേഹത്ത് പിടിച്ച് വലിച്ചു മാറ്റുന്നത്? അത് ഇവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പറഞ്ഞാൽ മതിയായിരുന്നു, എടുക്കുമ്പോൾ ആ സമയത്ത് റിയാക്ട് ചെയ്യായിരുന്നു. അല്ലാതെ ഒരു കുട്ടി ചെന്ന് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അതിൻ്റെ ദേഹത്ത് പിടിച്ച് വലിച്ചു മാറ്റുന്നു. അതേ വാശിയോട് കൂടി തന്നെ നൂറയും പിടിച്ച് വലിക്കുന്നു. ഫ്രിഡ്ജിൻ്റെ റാക്കൊക്കെ എടുത്ത് താഴെ വീഴുന്നു. ഫ്രിഡ്ജ് തല്ലി പൊട്ടിച്ചു ബിഗ് ബോസിൻ്റെ എന്ന് വേണമെങ്കിൽ പറയാം. 9 പേർക്കുള്ളതാണ് യോഗട്ട്. അത് ഒരാൾ മാത്രം ഹാഫ് ഓൾ എടുത്തിട്ട് ബാക്കി ഹാഫ് ബാക്കിയുള്ളവരെല്ലാവരും ഷെയർ ചെയ്തെടുക്കണോ? ഇതിപ്പോഴല്ല, മുതലേ എല്ലാവരും സരികയുള്ള സമയം മുതലേ അങ്ങനെയാണ്. നിവിന് കുറച്ച് സ്പെഷ്യൽ ഫുഡ് കൊടുക്കും. എന്തോ കൊച്ചു കുട്ടിയല്ലേ വീട്ടിൽ, അപ്പോൾ ഇത്തിരി സ്പെഷ്യൽ കൊടുത്തോട്ടെ എന്നുള്ള രീതിയിൽ അന്ന് മുതൽ ശീലിപ്പിച്ച് വന്നതാണ്. എല്ലാവരും ബാക്കി വരുന്ന ഫുഡുകളും അവർക്ക് വേണ്ടാത്ത ഫുഡുകളും 3 ദോശയൊക്കെ ഉണ്ടെങ്കിൽ 2 ദോശ കഴിച്ച് ഒരെണ്ണം നിവിന് കൊടുത്ത് നിവിനെടുത്ത് കഴിക്കുമ്പോൾ അങ്ങനെ പ്രശ്നമില്ല. കട്ട് കഴിക്കുമ്പോഴൊക്കെ വീക്കെൻഡ് എപ്പിസോഡിൽ കട്ട് കഴിക്കണൊക്കെ ഒരു അവാർഡ് കിട്ടിയ പോലെയാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ നിവിനത് ശീലമായി. ഇപ്പോൾ ഇതാ യോഗട്ട് കണ്ടപ്പോൾ യോഗട്ട് ഹാഫ് ഓൾ എടുത്തു. നിവിൻ വിചാരിച്ചോ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, ബാക്കി പകുതി ഉണ്ടല്ലോ, പകുതി ഞാൻ കഴിക്കുന്നു, എന്താ കുഴപ്പം, ഞാൻ കഴിച്ചിട്ട് മതി, ഇവിടെ ഞാനാണ് ഇവിടുത്തെ വലിയ എന്തോ ഒരു സംഭവം എന്നുള്ളൊരു ധാരണ നിവിനുണ്ട്. ഇത് ആദ്യം മുതലേ നിർത്തേണ്ടതായിരുന്നു. അല്ല അതിപ്പോൾ വന്നിട്ട് അവസാന സമയം വന്നിട്ട് നിവിൻ എന്തിനാ ഹാഫ് എടുത്തത്? ഇന്ന് നൂറ റിയാക്ട് ചെയ്തത് നല്ല രീതിയിൽ തന്നെയാണ്. ഇങ്ങനെ തന്നെ റിയാക്ട് ചെയ്യണമായിരുന്നു. പക്ഷെ ഇപ്പോഴല്ല, തുടക്കത്തിൽ ചെയ്യണമായിരുന്നു. ഇപ്പോൾ വന്നിട്ട് ഫ്രിഡ്ജ് തല്ലിപ്പൊട്ടിച്ചിട്ടോ ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി നശിപ്പിച്ചിട്ടോ പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തോ നൂറ ഉറഞ്ഞു തുള്ളി നൂറ അതൊക്കെ എടുക്കുന്നുണ്ട്. അതിലുള്ള യോഗട്ട് വേറൊരു ബോക്സ് കൂടി ഉണ്ടായിരുന്നു. ആ ബോക്സ് എടുത്ത് നൂറെടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നു. ഞാനും ഇതെടുത്ത് കഴിക്കുന്നു. അത് തടഞ്ഞുകൊണ്ട് അക്ബറും ആരിനെത്തിരിക്കുകയാണ്. നൂറ് അങ്ങനെ ചെയ്യരുത്, ഇത് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ള റേഷനാണെന്ന്. ഇതെന്തുകൊണ്ട് നിവിനോട് പറയുന്നില്ല? എല്ലാവർക്കും കൂടി വേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ എന്തിനെടുത്തു എന്ന് നിവിനെ ശാസിക്കുന്നില്ല. ശാസിച്ചു, ഇവരെല്ലാം ഹൈലൈറ്റ് ചെയ്ത ശേഷം പറയുന്നുണ്ട് മോശം പോയടാന്ന്. ഇവരുടെ കൂട്ടത്തിലുള്ളവരെടുത്താലും പറഞ്ഞാലൊക്കെ തമാശ, മറ്റുള്ളവരെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. ക്യാപ്റ്റന്മാരായപ്പോൾ ഇവർക്ക് എന്തോ വലിയ സംഭവം കിട്ടിയ പോലെയാണ് കേട്ടോ. വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ നൂറ പിടിച്ച് വലിച്ച് ഫ്രിഡ്ജൊക്കെ തല്ലിപ്പൊട്ടിച്ച് യോഗട്ടൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഞാൻ എടുക്കും എന്നുള്ളൊരു വാശിയിൽ. ആ സമയത്ത് ആരിനെ ഉപദേശിക്കാനൊക്കെ പോകുമ്പോൾ ആരിന് നല്ലത് കൊടുക്കുന്നുണ്ട്. നീ ആരടാ ഉപദേശിക്കാൻ? നീ നിൻ്റെ കൂട്ടുകാരനെ പോയി ഉപദേശിക്കടാ, ഞങ്ങൾ ഉപദേശിക്കാൻ വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു വഴക്കം അങ്ങനെ പോകുന്നു. നിവിനൊരു കൂസലും ഇല്ലാണ്ട് അവിടെ ചാരി കിടന്നുകൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് രസകരമായിട്ട്. നമുക്ക് നോക്കാം എത്രത്തോളം ചിരിച്ച് കളിച്ച് നിവിൻ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും എന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിലുണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.